الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ ധാരാളമായി നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു ജുമായിൽ നമ്മൾ പങ്കെടുക്കുന്നത്. നമ്മുടെ ഈ ഒരു സമയത്തെ സാഹചര്യം വിദ്യാർത്ഥികൾ റിസൾട്ട് പ്രതീക്ഷിച്ച് വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. ധാരാളം സമയങ്ങൾ കുട്ടികൾക്ക് വീട്ടിലുള്ള ഒരു സന്ദർഭമാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ, വഞ്ചിക്കപ്പെടുന്ന രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച്. ഒന്ന് അസ്സിഹത്ത്, ആരോഗ്യമാണ്. രണ്ട് അൽ ഫറാഗ്, ഒഴിവ് സമയമാണ്. ഒഴിവ് സമയത്തെ വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാൻ ആസൂത്രണം ചെയ്തിട്ടില്ലെങ്കിൽ ഒഴിവ് സമയം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറും. മക്കളെ വളർത്തുന്നതിനെക്കുറിച്ചും മക്കളെ മുന്നോട്ട് പോക്കിനെക്കുറിച്ചും പല ഖുതുബകളിലായി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മക്കളെ വളർത്തുന്നതിനെക്കുറിച്ചും നിസ്കാരത്തെക്കുറിച്ചും നമ്മുടെ തഖ്വയെക്കുറിച്ചും ഒന്നും ഖുതുബയിൽ ആവർത്തിച്ചു വന്നാലും നമ്മളത് ഉത്ബോധനമായി വിചാരിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾ കൂടെയുള്ള സമയമാണ്. ഈ അവധിക്കാലമല്ലാത്ത സമയത്തൊക്കെ കുട്ടികൾ രാവിലെ മദ്രസയിലേക്ക് പോയി വൈകുന്നേരം സ്കൂൾ വിട്ടു വരുന്നതുവരെ നമ്മുടെ കയ്യിലില്ലാത്ത സമയമാണ്. എന്നാൽ അത്രയും സമയം നമ്മുടെ കയ്യിലുള്ള ഒരു സമയമാണ് ഈ വേനൽ അവധിക്കാലം. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് രക്ഷിതാക്കളോട് സൂചിപ്പിക്കുകയാണ്. ഈ ഒരു സമയവും സന്ദർഭവും ഒക്കെ വിദ്യാർത്ഥികളായ ആളുകൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് ആലോചിക്കേണ്ടതുണ്ട്. മക്കളായ വിദ്യാർത്ഥികളായ കുട്ടികളായ ആ ഒരു പ്രായത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 വഖ്ത് നമസ്കാരത്തിന് വരിക എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് വിട്ടുപോകുന്ന ഒരവസ്ഥ മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. ളുഹറായാലും അസ്റായാലും സുബഹിയായാലും മഗ്രിബ് ഇശാവും ഒക്കെ പള്ളിയിൽ നിന്ന് നമസ്കരിക്കാനുള്ള ഒരവസരമാണ് യഥാർത്ഥത്തിൽ ഈ ഒഴിവ് സമയമെന്നത്. അതിനെ ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള പ്രചോദനങ്ങൾ രക്ഷിതാക്കൾ അവർക്ക് നൽകേണ്ടതുണ്ട്. രക്ഷിതാക്കൾ
ആശങ്കയിലാണ്. കേൾക്കുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല. മുന്നിലുള്ള സാഹചര്യങ്ങൾ വെല്ലുവിളികൾ ഉയർത്തുന്ന കാര്യമാണ്. കുട്ടികളാണെങ്കിൽ ഫുൾ ടൈം മൊബൈലിലിരിക്കുന്ന കുട്ടികൾ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും മൊബൈൽ, നമസ്കാരത്തിൻ്റെ സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് മാറ്റിവെക്കുന്നു എന്ന അവസ്ഥ ഒഴിച്ചാൽ, അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് മാറ്റിവെക്കുന്നു എന്ന് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള സമയമൊക്കെ മൊബൈൽ വർക്കിങ്ങിലാണ്. ഒരാൾ കഴിഞ്ഞാൽ ഒരാൾ ഉപയോഗിക്കുന്നു, അയാളുടേത് കഴിഞ്ഞാൽ മറ്റേയാൾ ഉപയോഗിക്കുന്നു. ഇത് കിട്ടാൻ വേണ്ടി രക്ഷിതാക്കളോട് നിരന്തരം ആവശ്യപ്പെടുന്നു. അങ്ങനെയുള്ള അവസ്ഥയൊക്കെയുണ്ട്. മക്കളൊക്കെ കേടുവന്ന് അങ്ങേ തലക്കലെത്തി പരിഹരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കുരു പഴുത്ത് പൊട്ടി ആ ചീഞ്ചലം പുറത്തു വരുമ്പോൾ അവിടെ ഒരു കുരു ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് പോലെ പ്രണയം അങ്ങേയറ്റമെത്തുമ്പോൾ തിരിച്ചറിയുന്ന ഒരവസ്ഥ, ലഹരി അങ്ങേയറ്റമെത്തുമ്പോൾ തിരിച്ചറിയുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മൊബൈലിൽ വേണ്ടാത്തത് കാണുന്നാൽ അങ്ങേയറ്റമെത്തുമ്പോൾ അത് പുറത്തേക്ക് വന്ന് പരസ്യമാകുന്ന അവസ്ഥയിലേക്കാണ് കുരുന്നുകളായ മക്കളും യുവാക്കളും എത്തിച്ചേരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ രക്ഷിതാക്കൾ വളരെ വലിയ ആശങ്കയിലാണ്. മക്കൾ വളരുന്നുണ്ട്, പക്ഷേ വഴങ്ങുന്നില്ല. മക്കൾ വളരുന്നുണ്ട്, പക്ഷേ രക്ഷിതാക്കൾക്കനുസരിച്ച് വളയുന്നില്ല. മക്കൾ വളരുന്നുണ്ട്, അനുസരണശീലം വളരുന്തോറും കുറഞ്ഞു പോകുന്നു. മക്കൾ തർക്കിക്കുന്നു, ആ റൂമിലേക്ക് കയറി വാതിൽ ഉറക്കെ അടക്കുന്നു, ദേഷ്യം വരുന്നു, അവിടെ ആ റൂം കുറ്റിയിട്ട് ഉറങ്ങുന്നു. ഇങ്ങനെ വലിയ വലിയ പ്രതിസന്ധികൾ രക്ഷിതാക്കൾക്ക് മക്കൾ ഉണ്ടാക്കി തീർക്കുന്നു എന്നതിൽ ഒരു സംശയവുമില്ല. വേനൽ അവധിയും റമളാനിനെ പോലെ ഒരു പരീക്ഷണമാണ്. റമളാൻ വന്നാൽ നന്മ ചെയ്യാത്തവൻ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു. റമളാൻ വന്നാൽ നന്മ ചെയ്യുന്നവൻ ആ പരീക്ഷണത്തെ കൃത്യമായി വിജയിക്കുകയും ആ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് രക്ഷിതാക്കൾക്കും മക്കൾക്കും അവധിക്കാലവും ഒരു പരീക്ഷണമാണ്. അവരുടെ നന്മക്കും പരലോക വിജയത്തിനും വേണ്ടി നാം ഈ ഒരു സാഹചര്യത്തെയും സന്ദർഭത്തെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമുക്കെല്ലാവർക്കും മനഃപ്പാഠമായി ധാരാളം കേട്ട ഒരായത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ബന്ധുക്കളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, കല്ലും മനുഷ്യനും കത്തി തീരുന്ന അല്ലെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതാണ് മക്കൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. 35 ലക്ഷത്തിനോ 45 ലക്ഷത്തിനോ ഒരു പോസ്റ്റ് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നിത്യനരകത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിലേക്ക് പോകേണ്ട പാത വെട്ടിത്തെളിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദിബൂഹും വഅല്ലിമൂഹും ഖൈറ, അവർക്ക് നന്മ പഠിപ്പിക്കണം, അവർക്ക് മര്യാദ പഠിപ്പിക്കണം. വഅലല്ലാഹു അൻ യുറായി ഫി തർബിയത്തിൽ ഉമൂരി താലിയ, മക്കളെ തർബിയത്ത് പരിശീലനം നൽകേണ്ടത് ബാപ്പമാരുടെ ചുമതലയാണ് എന്ന് പ്രത്യേകം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നു. മക്കൾ അമാനത്താണ്, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ് മക്കളെക്കുറിച്ച് പരലോകത്ത് വിചാരണയുണ്ടായിരിക്കും. സിറാത്തിൻ്റെ പാലത്തിൽ 2 കൊളുത്തുകൾ ഉണ്ടായിരിക്കും. ഒന്ന് കുടുംബ ബന്ധത്തിൻ്റെ കൊളുത്ത്, അത് മക്കളുമായി ബന്ധപ്പെട്ടതാണ്. 2 അമാനത്തിൻ്റെ കൊളുത്തും മക്കളുമായി ബന്ധപ്പെട്ടതാണ്. മക്കളെ നന്മയ്ക്കു വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നല്ല പെണ്ണിനെ കല്യാണം കഴിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. സ്വത്തിന് വേണ്ടി കല്യാണം കഴിക്കുന്നവർ, തറവാട് മഹിമയ്ക്ക് വേണ്ടി കല്യാണം കഴിക്കുന്നവർ, സൗന്ദര്യം കണ്ട് കല്യാണം കഴിക്കുന്നവർ, ദീന് കണ്ട് കല്യാണം കഴിക്കുന്നവർ, സൗന്ദര്യം കണ്ട് വിവാഹം കഴിക്കാം, തറവാടിത്തം കണ്ട് വിവാഹം കഴിക്കാം, സ്വത്ത് കണ്ട് വിവാഹം കഴിക്കാം. പക്ഷേ വിവാഹം കഴിക്കുന്ന പെണ്ണിന് ദീനുണ്ടായിരിക്കണം, വിവാഹം കഴിക്കുന്ന ആണിന് ദീനുണ്ടായിരിക്കണം. അങ്ങനെ ദീനുള്ളവനെ വിവാഹം കഴിച്ചിട്ട് പട്ടിണി കിടന്നാലും അതാണ് ഏറ്റവും നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. രക്ഷിതാക്കൾ, ചില ആളുകൾ മക്കളെ താഴ്ത്തിക്കെട്ടാനാണ് ശ്രമിക്കുന്നത്. വളരെ വലിയ അപകടമാണത്. എൻ്റെ കുട്ടി ശരിയില്ല,
അവൻ നന്നാവില്ല. ഞാൻ എല്ലാ വഴിയും നോക്കിയതാണ്, ഇനി അവൻ അവൻ്റെ വഴിക്ക് പോകട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് നീങ്ങട്ടെ എന്ന് പറയുന്ന നിരാശയുടെ വാചകം ഒരിക്കലും ആവശ്യമില്ല. നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളാണ് എപ്പോൾ നമ്മൾ നല്ല രൂപത്തിൽ പെരുമാറുമ്പോൾ. രക്ഷിതാക്കളായ ആളുകളോട്, ഉമ്മമാരായ ആളുകളോട്, ഉപ്പമാരായ ആളുകളോട് പറയുകയാണ് ഞാൻ. എന്തെന്ന് വെച്ചാൽ നല്ല നിലയ്ക്ക് ഏതാളോട് പെരുമാറിയാലും അവർ നമ്മെ അനുസരിക്കും. ഒരു കുട്ടി അനുസരിക്കുന്നില്ലെങ്കിൽ പറയുന്ന സ്ട്രക്ചറിന് ചെറിയ മാറ്റം വരുത്തണം, വാചക ഘടനയ്ക്ക് മാറ്റം വരുത്തണം. കുറ്റപ്പെടുത്തി പറയുന്നതിന് പകരം നീ നല്ല കുട്ടിയാണ്, 5 വക്ത് നമസ്കരിക്കുന്നവനാണ്, നിന്റെ കാര്യങ്ങൾ നോക്കുന്നവനാണ് എന്നൊക്കെ നിരന്തരം ഒരു കുട്ടിയോട് പറയുമ്പോൾ നീ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവനാണ്, നീയാണിവിടേക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് തരാറ്, ഉമ്മ പറഞ്ഞത് മിക്കവാറും നീ അനുസരിക്കാറുണ്ട് എന്നൊക്കെ ഒരു കുട്ടിയോട് പറയുമ്പോൾ ആ കുട്ടി നല്ല കുട്ടിയായി മോൾഡ് ചെയ്യപ്പെടും. എന്തു പറഞ്ഞാലും കേൾക്കില്ല, ആര് വന്നാലും മെയിൻറ്റ് ചെയ്യില്ല. നീ എന്താണ് ഇങ്ങനെ, ഏതു സമയത്തും മൊബൈലിലാണല്ലോ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു, ഇനി എന്ത് ചെയ്യും, എൻ്റെ കുട്ടിയിൽ ഒരു കുട്ടിയും ഇങ്ങനെയില്ല എന്നൊക്കെ ഒരു കുട്ടിയോട് പറഞ്ഞാൽ ആ കേൾക്കുന്ന കുട്ടി എന്തായിരിക്കും എന്ന ഒരു വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് കുട്ടികളെ നന്മ ചെയ്യാനാണ് എളുപ്പം എന്ന് മനസ്സിലാക്കി അതിലേക്കുള്ള പ്രോത്സാഹനം കൊടുക്കണം. ഒരു കുട്ടി നമസ്കരിച്ചാൽ അവിടേക്ക് തിരിഞ്ഞു നോക്കില്ല, ആ കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യില്ല, പ്രോത്സാഹിപ്പിക്കില്ല. നല്ല മോനാണ്, നമസ്കരിക്കുന്നുണ്ട് എന്ന് പറയില്ല. എന്നാൽ ഒരു കുട്ടി ഏതെങ്കിലും വക്ത് നമസ്കരിക്കാതിരുന്നാൽ അത് വലിയ വിഷയമാക്കി, ഉമ്മമ്മ വിഷയമാക്കി, ഉപ്പൂപ്പ വിഷയമാക്കി, ഉമ്മ വിഷയമാക്കി, ഗൾഫിലുള്ള വാപ്പയോട് പറഞ്ഞു. എല്ലാവരും ആ ഒരു പ്രശ്നത്തിൽ ഈച്ചയിരിക്കുന്നത് പോലെ ഇരുന്ന് ആ മുറിവുണങ്ങാതെ വലുതാക്കുകയല്ലാതെ അവൻ നമസ്കരിച്ച 4 വക്ത് നമസ്കാരത്തെക്കുറിച്ച് ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ എന്തിന് ഞാൻ 4 വക്ത് ബുദ്ധിമുട്ടി നമസ്കരിച്ചു, 5ാമത്തെ വക്ത് നമസ്കരിക്കാതിരിക്കുമ്പോൾ ഇവരിങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ എന്തിന് ഞാൻ നമസ്കരിക്കുന്നു എന്നൊരു കുട്ടി വിചാരിച്ചാൽ ആ കുട്ടിയെ കുറ്റം പറയാൻ കഴിയില്ല. എന്താണോ ഉമ്മ ആവശ്യപ്പെടുന്നത് ആ 4 ആവശ്യങ്ങൾ, 3 ആവശ്യങ്ങൾ കുട്ടികൾ നിർവഹിക്കുന്നതോടുകൂടി അവരാ വീട്ടിലെ നല്ല കുട്ടികളാകും. പുറത്തിറങ്ങിയാൽ ഇന്ന സമയത്ത് വരണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് വരിക, 5 വക്ത് ജമാഅത്തിന് പോവുക, ഉമ്മയെ സഹായിക്കേണ്ട പാർട്ട്, വീടിനെ സേവിക്കേണ്ട പാർട്ട് ഏതാണോ ആ പാർട്ട് കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുക. കുട്ടികളോടാണ് പറയുന്നത്. ആ കാര്യം കൃത്യമായി നിർവഹിക്കുകയും ഉമ്മയെ സന്തോഷിപ്പിക്കുകയും ചെയ്താൽ ജീവിതത്തിലെ ബർക്കത്തിൻ്റെ പെരുമഴ ഇറങ്ങുമെന്ന് കുട്ടികൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവിയുള്ള മഈശത്ത് മുഴുവൻ കിടക്കുന്നത് മാതാപിതാക്കളെ അനുസരിക്കുന്നതിലാണ്. മാതാപിതാക്കളെ അനുസരിക്കാൻ മക്കൾ ശ്രമിക്കുകയും അവരനുസരിക്കുമ്പോൾ അത് കൺകുളിർക്കെ കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രക്ഷിതാവും കുട്ടിയും തമ്മിലുള്ള ബന്ധം അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരണമെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, പ്രണയമാകട്ടെ, ലഹരിയാകട്ടെ, ദേഷ്യമാകട്ടെ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് കുടുംബത്തിൽ നിന്നും പുറത്തറിഞ്ഞാൽ കുടുംബത്തിന് അപമാനമാണ് എന്ന് വിചാരിച്ച് മാതാപിതാക്കൾ ഉപദേശിച്ചങ്ങനെ കൊണ്ടു നടക്കും. അതങ്ങേ തലക്കലെത്തുമ്പോഴാണ് ഒരു ഉസ്താദിനെ വിളിച്ച്, ഒരു കൗൺസിലറെ വിളിച്ച് സംസാരിപ്പിക്കാൻ സമയം കാണുക. എന്നാൽ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് ചികിത്സിക്കണമെന്ന വിവരം നമുക്കുണ്ടാകണം. 8ാം ക്ലാസ്സിലെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ പേഴ്സണൽ ചാറ്റിംഗ് ഉണ്ടെങ്കിൽ ആ ആൺകുട്ടിയോട് ചോദിച്ചാൽ, പെൺകുട്ടികളോട് ചോദിച്ചാൽ ഇല്ല ഉമ്മ അത് ഫ്രണ്ട്ഷിപ്പാണ് എന്ന് പറയും. ഇല്ല ഉമ്മ അത് ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ ഫ്രണ്ട്സ് ഒന്നായിട്ട് ചാറ്റ് ചെയ്യാത്തത് എന്താണ് എന്ന് ചോദിക്കേണ്ടതുണ്ട്. ആ ഫ്രണ്ട്ഷിപ്പ് ഒറ്റക്കുള്ള ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഫ്രണ്ട്ഷിപ്പ് മുളയിലേ നുള്ളേണ്ടതാണ് എന്ന് രക്ഷിതാക്കൾ ഉത്ബുദ്ധരാകണം. അല്ലെങ്കിൽ അത് പ്രണയമായി വളർന്ന് ക്വാളിറ്റി ഇല്ലാത്തവനെ കല്യാണം കഴിച്ച് ക്വാളിറ്റി ഇല്ലാത്ത മരുമകനെ കൊണ്ട് ഈ വാപ്പ കൊണ്ടു നടക്കേണ്ടി വരും എന്നുള്ളത് കൃത്യമായി ചിന്തിക്കണം. വാപ്പക്ക് ക്വാളിറ്റി വേണം, ഉമ്മക്ക് ക്വാളിറ്റി വേണം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഒരു മകൻ്റെ അനുസരണക്കേടിനെ കുറിച്ച് പറയാൻ, മകൻ അനുസരിക്കുന്നില്ലെന്ന് പറയാൻ ഒരു വാപ്പ വന്നു.
ഉമർ റളിയല്ലാഹു അൻഹു ഈ മകനെ വിളിച്ചു. എന്നിട്ട് ആ മകനെ കൊണ്ടുവന്നു. മകനോട് ചോദിച്ചു, എന്താണ് നീ ഉപ്പയെ അനുസരിക്കാത്തത്? ഉപ്പ എനിക്ക് നല്ല പേരിട്ടില്ല, കരിവണ്ടെന്നാണ് എൻ്റെ പേരിൻ്റെ അർത്ഥം. എനിക്ക് വേണ്ടി ഖുർആനും സുന്നത്തും എനിക്ക് ഉപ്പ പഠിപ്പിച്ചു തരാൻ അവസരം തന്നിട്ടില്ല. എൻ്റെ ഉമ്മയെ തിരഞ്ഞെടുക്കുന്നതിൽ ഉപ്പ കാണിക്കേണ്ട ഒരു ജാഗ്രത ഉപ്പ കാണിക്കാത്തത് എൻ്റെ അവകാശത്തെ ഹനിക്കലാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഉപ്പയെ അനുസരിക്കാൻ സാധിക്കുന്നില്ലെന്ന് ആ കുട്ടി പറയുമ്പോൾ ഉപ്പയുടെ അവകാശത്തെക്കുറിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി കൊടുത്തു. നന്മകൾക്ക് അവസരം ഒരുക്കി കൊടുക്കുക മക്കൾക്ക് എന്നത് ഏറ്റവും പ്രധാനമാണ്. ഒരു മരം നടുമ്പോൾ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ തൈ നടുമ്പോൾ അതിന് സംഭവിക്കുന്ന ചെറിയ പരിക്കുകൾ പോലും ഗൗരവമുള്ളതാണ്. മരം വലുതായതിനു ശേഷം ചെറിയ പരിക്കുകൾ അപകടം വരുത്തുകയില്ല. ഈ ചെറിയ ചെറിയ പരിക്കുകളെ അതപ്പോൾ തീർക്കുന്ന ഒരവസ്ഥയില്ലെങ്കിൽ കുട്ടികൾ വലുതാകുമ്പോൾ അത് വലിയ പരിക്കായിട്ട് അവിടെ നിലനിൽക്കും. കുട്ടികളെ വളർത്തുക എന്നത് 18 വർഷത്തോളം അവസരം ലഭിക്കുന്നുണ്ട് കുട്ടികളെ വളർത്താൻ. നല്ല ജോലി അവർക്ക് ലഭിക്കണം, നല്ല സംസ്കാരമുണ്ടാകണം. എത്ര ഉന്നതമായ ജോലി ലഭിച്ചാലും ഏത് ഭരണ വിഭാഗത്തിൻ്റെ തലവനായാലും നേതാവായാലും സംസ്കാരമില്ലെങ്കിൽ, അതൊരു സംസ്കാരമില്ലായ്മ വെളിക്കു വന്നാൽ അത് രക്ഷിതാക്കൾക്ക് അപമാനം വരുന്ന കാര്യമാണ്. പരലോകത്ത് വിജയിക്കണം, ഇഹലോകത്ത് വിജയിക്കണം. അതിനുള്ള ഉത്തമ മാതൃകയായി മാതാപിതാക്കൾ മാറുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അല്ലാബ്നാഉ സിർറാ ബീഹി, പിതാവിൻ്റെ രഹസ്യമാണ് മക്കൾ. അഥവാ എന്ത് സ്വഭാവമാണോ മക്കൾ പ്രകടിപ്പിക്കുന്നത്, അതേ സ്വഭാവത്തിലുള്ള ഒരു പിതാവിനെ കണ്ട്, ഒരു മാതാവിനെ കണ്ടാണ് കുട്ടി വളർന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. മക്കൾ അവരുടെ പിതാക്കളുടെ രഹസ്യമാണ്. അതായത് മാതാപിതാക്കൾ അവരുടെ വീട്ടിലെന്താണോ അതായിരിക്കും മക്കൾ പുറത്ത് പ്രകടിപ്പിക്കുക. വീട്ടിൽ നിന്ന് കണ്ടത് പുറത്ത് പ്രകടിപ്പിക്കുന്ന ഒരു മകനെ എങ്ങനെ തിരുത്താൻ സാധിക്കും? ഓർമ്മ വെക്കുന്നത് മുതൽ കുഞ്ഞിൻ്റെ മാതൃക മുന്നിലുള്ളത് മാതാവും പിതാവുമായിരിക്കും. അവരുടെ ചലനങ്ങൾ, അവരുടെ സ്വഭാവ രീതികൾ, അവരുടെ സംസാര രൂപം, പെരുമാറ്റത്തിൻ്റെ അവസ്ഥ, ഇതൊക്കെ കുട്ടി തൻ്റെ കണ്ണുകൊണ്ട് ഒപ്പിയെടുക്കുകയും അപ്പടി അത് അനുകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രായമാണ് 10 വയസ്സ് വരെ. അതിൻ്റെ ഇടയിൽ മാതൃകയായിട്ടില്ലെങ്കിൽ അത് മക്കളെ ബാധിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് നിങ്ങൾ പറയുക എന്നത് ശരിയല്ലെന്ന് വിശ്വാസികളെ വിളിച്ച് റസൂലുള്ളാഹി ഖുർആൻ പറയുന്നുണ്ട്. ഈ സുബഹി അടക്കമുള്ള ജമാഅത്തിന് ഉപ്പ രാവിലെ എഴുന്നേറ്റ് വരാതിരിക്കുകയും ഇശാഇന് വീട്ടിലുണ്ടായിട്ടും ജമാഅത്തിന് വരാത്ത ഉപ്പ, മഗ്‌രിബിന് വീട്ടിലുണ്ടായിട്ടും ജമാഅത്തിന് വരാത്ത ഉപ്പ ഉണ്ടെങ്കിൽ ആ കുട്ടി ജമാഅത്തിന് വരാത്തതിന് ആ കുട്ടിയെ കുറ്റം പറയാൻ സാധിക്കുമോ? ഇല്ല. ഉപ്പമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പള്ളിയിലുണ്ടാവണം. അപ്പോഴാണ് മക്കൾ വീട്ടിലുണ്ടെങ്കിൽ പള്ളിയിലുണ്ടാവുക എന്ന ഒരു തിരിച്ചറിവ് മാതൃകയാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ ഉപദേശിക്കുന്നത് എന്താ? നീ നമസ്കാരത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെ ഉപദേശിക്കണം, മക്കളെ ഉപദേശിക്കണം, കുടുംബത്തെ ഉപദേശിക്കണം. വസ്തബിർ അലൈഹ, അതിൽ ഉറച്ചു നിൽക്കുകയും വേണം. അത് ഏറ്റവും പ്രധാനമാണ്. മുറു ഔലാദുക്കും ബിസ്സലാത്തി ഹും അബ്നാഉ 7 സിനീൻ, 7 വയസ്സാകുമ്പോൾ മക്കളെ ഓർമ്മിപ്പിക്കണം. നമസ്കാരം 5 നേരം ഓർമ്മിപ്പിക്കണം. 5 നേരം ഓർമ്മിപ്പിക്കുമ്പോൾ 7 വയസ്സിൽ നമസ്കാരം കൽപ്പിച്ചു. 10 വയസ്സാകുന്നത് വരെ നമസ്കാരം കൽപ്പിച്ചാൽ 3 വർഷം 365 ദിവസം 5 നേരം 5475 തവണ നമസ്കാരത്തെക്കുറിച്ച് ഉപദേശിക്കുകയും ബോധ്യപ്പെടുത്തുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ട് ചെയ്യാത്ത കുട്ടിയെയാണ് 10ാം വയസ്സിൽ അടിക്കേണ്ടത്. ഒരു തവണ പോലും നമസ്കാരത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാതെ അത് കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. 4 മണിക്ക് കളിക്കാൻ പോകും, മഗ്‌രിബ് കഴിഞ്ഞിട്ട് തിരിച്ചു വരും, കുഴപ്പമില്ല.
അവൻ ഒറ്റക്കാണ് പോകുന്നത്. എന്നാൽ ളുഹറിന് പള്ളിയിലേക്ക് പോകാൻ എന്താണ് മകനെ പള്ളിയിലേക്ക് പറഞ്ഞയക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ രക്ഷിതാവ് പറയും, അവൻ ഒറ്റക്ക് പള്ളിയിലേക്ക് പോരാൻ ഭയമാണ്. മഗ്‌രിബിന് വരാൻ ഒറ്റക്ക് ഭയമാണ്. ഇശാഇന് വരാൻ ഒറ്റക്ക് ഭയമാണ്. ഒറ്റക്ക് പോരേണ്ടതില്ല, ബാപ്പയുടെ കൂടെ വന്നാൽ മതി. ബാപ്പ നാട്ടിലില്ലെങ്കിൽ കളിക്കു പോകാൻ ഒറ്റക്ക് കഴിയുന്ന കുട്ടിക്ക് അസറിന് ജമാഅത്തിനും ഒറ്റക്ക് പോരാൻ കഴിയും. ദീനിൻ്റെ കാര്യത്തിനൊക്കെ ഒറ്റക്ക് പോരാൻ പ്രശ്നമില്ല. ഉമ്മയുടെ വീട്ട് കുറച്ച് ദൂരത്താണെങ്കിൽ അവിടേക്ക് ഒറ്റക്ക് പോകുന്ന കുട്ടിക്ക് ഏതെങ്കിലും സംഘടന നടത്തുന്ന ഏതെങ്കിലും കൗമാരക്കാർക്കുള്ള ക്ലാസ്സിലേക്ക് പോകാൻ പറയുമ്പോൾ അവൻ അവിടേക്ക് ഒറ്റക്ക് വരാൻ മടിയാണ്, പേടിയാണ്, ഒറ്റക്ക് വിടാറില്ലെന്ന് പറയുകയും ആ സമയത്ത് തന്നെ ഉമ്മയുടെ വീട്ടിലേക്ക് ഒറ്റക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ ദുനിയാവിൻ്റെ കാര്യത്തിലൊക്കെ ഒറ്റക്ക് ചെയ്യുകയും ദീനിൻ്റെ കാര്യത്തിൽ ഒറ്റക്ക് ചെയ്യില്ലെന്ന് സെൻറ്റിമെൻറ്റ്സ് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അവിടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് ദീനാണ്. ദീന് നഷ്ടപ്പെട്ട കുട്ടിക്ക് എത്ര വരുമാനമുണ്ടായാലും അവൻ വലുതായാൽ മാതാപിതാക്കളെ നോക്കുന്നില്ലെങ്കിൽ കുറ്റം പറയാൻ കഴിയില്ല. ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കളുടെ സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പഠിപ്പിക്കണം. ഏറ്റവും പ്രധാനമാണ്, മാതൃകയാണ് പറയുന്നത്. അവരോട് സംസാരിക്കുകയാണെങ്കിൽ കളവ് പറയാതിരിക്കുക. അവർക്ക് വാഗ്ദാനം നൽകുകയാണെങ്കിൽ അത് ലംഘിക്കുകയും ചെയ്യാതിരിക്കുക. വല്ല പിരിവുകാരോ അല്ലെങ്കിൽ കടം മേടിച്ച ആൾ കടം തിരിച്ചു ചോദിക്കാൻ വരുമ്പോഴൊക്കെ മോനെ ഞാനിവിടെ ഇല്ലെന്നു പറയണം എന്നൊരു കുട്ടിയോട് ഉപദേശിച്ചാൽ കുട്ടി വന്ന് ബാപ്പ ഇവിടെ ഇല്ലെന്ന് പറയും. ഈ പറയുന്ന കുട്ടി കളവാണ് പറയുന്നത് എന്ന് കുട്ടിക്ക് ബോധ്യമാണ്, ബാപ്പക്ക് ബോധ്യമാണ്. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങളിൽ കളവ് പറയുന്നതിന് പ്രയാസമില്ല എന്ന ഒരു വിചാരം, എന്ന ഒരറിവ്, എന്ന ഒരു ചിന്ത ആ കുട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പിതാവ് നന്മയാണോ തിന്മയാണോ പഠിപ്പിക്കുന്നത് എന്ന് നോക്കണം. മക്കളെ നിഷിദ്ധങ്ങളിൽ നിന്നും വെറുക്കപ്പെടുന്നതിൽ നിന്നും തടയുന്നില്ല എന്നത് ഏറ്റവും ഗൗരവതരമായ പ്രശ്നമാണ്. ഒരു പെൺകുട്ടി ജീൻസിൻ്റെ പാൻറ് ഇട്ടാൽ, ഒരു ടീഷർട്ട് ഇട്ടാൽ എന്തുകൊണ്ടാ കുട്ടി അതിടുന്നു എന്ന് ചോദിച്ചാൽ കുട്ടിയല്ലേ എന്ന് മറുപടി പറയും. എന്തുകൊണ്ടാണ് 5 വക്ത് നമസ്കരിക്കാത്തത്? കുട്ടിയല്ലേ എന്ന് പറയും. എന്തുകൊണ്ടാണ് സമയങ്ങളിലൊക്കെ മൊബൈൽ കാണുന്നത്? കുട്ടിയല്ലേ എന്ന് പറയും. മ്യൂസിക് ഇട്ട് പാട്ടിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മ്യൂസിക് ഇട്ട് പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചെറിയ കുട്ടിയല്ലേ എന്ന് പറയും. ചെറിയ കുട്ടിയാകുമ്പോൾ ശീലിക്കുന്ന ശീലമാണ് വലിയ പ്രായത്തിലുണ്ടാവുക എന്നത് അറിയാത്തവരല്ല ഇവരൊന്നും. അതുകൊണ്ട് തന്നെ കുട്ടികളെ നല്ല നിലക്ക് വളർത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കുട്ടികളുടെ കൂട്ടുകെട്ടാരാണ് എന്ന് ചിന്തിക്കണം. 9ാം ക്ലാസ് കഴിഞ്ഞാൽ 8ാം ക്ലാസ് കഴിഞ്ഞാൽ ആരുടെ മകനാണ്, ആ മകൻ്റെ ക്വാളിറ്റി എന്താണ് എന്ന് നോക്കി ക്വാളിറ്റിയുള്ള ആളുകളുടെ കൂടെ കൂട്ടം കൂടുന്ന ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കണം. മക്കളുടെ കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ച് വിരുന്നൊരുക്കി അവരോടെല്ലാവരോടും ആ മക്കളുടെ വാപ്പക്ക് ഉപദേശിക്കാൻ കഴിയണം. അവരെ എല്ലാവരെയും നന്മയിൽ ഒരുമിപ്പിക്കാൻ കഴിയണം. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ആ കൂട്ടുകാരെ മുഴുവൻ നന്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഓരോ വീട്ടിലും കൂട്ടുകാരെ വിളിച്ച് സദ്യ ഒരുക്കി അവരുടെ കൂടെ മുതിർന്നവരിരുന്ന് അവരെന്താണോ ചെയ്യേണ്ടത് അതിന് ഗൈഡ് ലൈൻ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ വലിയ മാറ്റങ്ങളാണ് യുവാക്കളിലും കൗമാരക്കാരിലും ഉണ്ടാക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ, സൽപ്രവർത്തനങ്ങളിൽ മുഴുകി നമ്മുടെ കുട്ടി ദീന് വിട്ടുപോകുന്നില്ല, നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് ഉറപ്പിക്കേണ്ടത് ഈ വേനൽക്കാലത്ത് നമ്മുടെ അടുത്ത് കൂടുതൽ സമയം കുട്ടികളുള്ള ഈ അവസരത്തിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ മക്കളെ എല്ലാവരെയും ഹിദായത്തിൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണം എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
ധാരാളം ക്ലാസുകൾ കൗമാരക്കാർക്കും മറ്റുമായി ഈ ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പോസ്റ്ററുകളും നോട്ടീസുകളും അതിൻ്റെ ഓൺലൈൻ പോസ്റ്ററുകളുമൊക്കെ നമ്മുടെ വാട്സപ്പിലേക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്കും നമ്മുടെ തെരുവിലുമൊക്കെ അത് കാണാൻ കഴിയും. അതിൽ നിന്ന് നമ്പർ എടുത്തു വിളിച്ച് എപ്പോഴെവിടെയാണ് കുട്ടിയെ എത്തിക്കേണ്ടത് എന്ന ഒരു ചോദ്യം ഓരോ രക്ഷിതാക്കളും ചോദിക്കണം. അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കണം. ദീനിൻ്റെ നനവ് ഒരു 6-ാം ക്ലാസ്സിലോ 7-ാം ക്ലാസ്സിലോ മദ്രസയിൽ അവസാനിച്ച്, അല്ലെങ്കിൽ ഒരു 10-ാം ക്ലാസ്സിൽ അവസാനിച്ച് +2 പഠിക്കുമ്പോൾ ഒരു മലയാളത്തിലുള്ള ഖുത്ബ പോലും മര്യാദക്ക് കേൾക്കാതെ ദീനിൻ്റെ ഒരു നനവുമില്ലാതെ ജീവിച്ചാൽ കുട്ടികൾ വളരെ അപകടത്തിലേക്ക് പോകുന്നതിൽ ആശങ്കിച്ചിട്ട് കാര്യമില്ല. സലഫുകളിൽ ഒരാൾക്കൊരു കുട്ടി വളർന്നാൽ അവനെ ഹദീസ് കേൾപ്പിക്കലും ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിലും വ്യാപൃതനാക്കുമായിരുന്നു എന്ന് ഇബ്നു ജൗസി റഹ്മഹുല്ല പറയുകയാണ്. അങ്ങനെ അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ സ്ഥിരപ്പെടും. പിന്നെ ആ സലഫുകളായ രക്ഷിതാക്കൾക്ക് യാതൊരു പേടിയുമില്ല, ആശങ്കയുമില്ല. അങ്ങനെ കുട്ടികളെ ഖുർആൻ പഠിപ്പിച്ച് ഹദീസ് പഠിപ്പിച്ച് ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടുന്ന നല്ല മക്കളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. കുട്ടികൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇനി വരും തലമുറക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. മക്കൾ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു പ്രവാചകനുമില്ല. അതേപോലെ തന്നെ മക്കളുടെ പ്രാർത്ഥന മാതാപിതാക്കൾക്ക് ലഭിക്കുക എന്നത് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമാണ്. നമ്മൾ എന്നാണ് ഈ ലോകത്തു നിന്നും പിരിഞ്ഞു പോകേണ്ടി വരികയെന്നറിയില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഖബറിങ്കൽ വന്ന് എൻ്റെ ഉപ്പക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന സ്വാലിഹായ ഒരു സന്താനമാക്കി നമ്മുടെ മക്കളെ മാറ്റുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഇന്ന റജുല തുർഫഉ ദറജതൻ ഫിൽ ജന്ന, ഒരാൾക്ക് സ്വർഗത്തിൽ അള്ളാഹു പദവി ഉയർത്തിക്കൊടുക്കും. അപ്പോൾ ഫയഖൂലു അന്നാ ഹാദാ, എനിക്കെങ്ങനെയാണ് ഇത് ലഭിച്ചത് എന്ന് അയാൾ ചോദിക്കും. അപ്പോൾ അല്ലാഹു തആല മറുപടി പറയും, അല്ലെങ്കിൽ അവനോട് മറുപടി പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മകൻ്റെ ഇസ്തിഗ്ഫാർ കൊണ്ടാണ്, പൊറുക്കലിനെ തേടൽ കൊണ്ടാണ് ഇത്ര വലിയ പാപമോചനം, നല്ല സ്ഥാനം നിനക്ക് ലഭിച്ചത് എന്ന് അവനോട് പറയപ്പെടും. നമ്മളൊക്കെ സ്വർഗത്തിലെത്തുമ്പോൾ ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്ത മക്കളുണ്ടായതുകൊണ്ട് സ്വർഗത്തിൽ വലിയ ദറജ ഉയർത്തിക്കിട്ടുമോ എന്ന് രക്ഷിതാക്കൾ ആലോചിച്ചു നോക്കണം. അങ്ങനെ പൊറുക്കലിനെ തേടുന്ന ഒരു സംസ്കാരം മക്കൾക്കുണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേനൽക്കാലത്തെ കുട്ടികളുടെ ടൈം കൃത്യമായി ക്രമീകരിക്കണം. 5 നേരത്തെ നമസ്കാരം, ഓരോ വിശ്രമം, അതേപോലെ ഭക്ഷണം. ഈ വേനൽക്കാലത്ത് കൊടുംചൂടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർ മൊബൈലിൽ എന്ത് കാണുന്നു, എന്ത് കളിക്കുന്നു എന്നതൊക്കെ അവരോട് മയത്തിലിരുന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ ഗുണദോഷങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരെ നേർവഴിയിലേക്ക് ക്ഷണിക്കാനുള്ള ചെറിയ ശ്രമമെങ്കിലും നമ്മുടെ അടുത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോയാൽ നല്ല മക്കളുള്ള നല്ല രക്ഷിതാക്കളായി നമുക്ക് മാറാൻ സാധിക്കും. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടധികം ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.